നമസ്കാരം. വേറ്റ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠപുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പാഠമാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദ്യുതാഘാതത്തെക്കുറിച്ചാണ്, അഥവാ ഇലക്ട്രിക് ഷോക്ക്. ഇന്ത്യയിൽ മൊത്തം ഉണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങളിൽ 10% സംഭവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. വൈദ്യുതാഘാതം മരണത്തിനും കാരണമാകാം. അതിനാൽ സുരക്ഷിതമായി വൈദ്യുതി ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. കവചമില്ലാത്ത വയറുകൾ, ഇൻസുലേഷന് ക്ഷതം സംഭവിച്ച കേബിളുകൾ എന്നിവ സ്പർശിക്കുകയോ ഇടിമിന്നൽ ഏൽക്കുകയോ ചെയ്യുമ്പോൾ വൈദ്യുതാഘാതം ഉണ്ടാകുന്നു. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതുകൊണ്ട് തീവ്രമായ പരിക്കുകൾ ഏൽക്കാനിടയുണ്ട്. ഷോക്കിന് പുറമെ പൊള്ളലുകളും ഉണ്ടാകാം. ആർക്കെങ്കിലും ഷോക്ക് ഏൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ എന്ത് ചെയ്യണം? മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. വൈദ്യുതാഘാതമേറ്റ വ്യക്തിയെ ഉണങ്ങിയ തടിക്കഷ്ണം കൊണ്ടോ വൈദ്യുതവാഹിയല്ലാത്തതും ഈർപ്പരഹിതവുമായ വസ്തു ഉപയോഗിച്ചോ വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുക. ഒരു കാരണവശാലും വെറും കൈകൊണ്ട് ഷോക്ക് ഏറ്റയാളെ സ്പർശിക്കരുത്. അങ്ങനെ സ്പർശിച്ചാൽ ആ സ്പർശിക്കുന്ന ആൾക്കും കൂടെ എന്ത് സംഭവിക്കും? ഷോക്ക് ഏൽക്കും. ഹൈ വോൾട്ടേജ് ഷോക്കുകൾ ചിലപ്പോൾ പരിക്കുകൾ ഉണ്ടാക്കില്ലെങ്കിലും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം ഇത് തലച്ചോറിനെ കാര്യമായി ബാധിക്കും. അപസ്മാരം, ഡിപ്രഷൻ, ഉത്കണ്ഠ, പക്ഷാഘാതം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ചെറിയ വോൾട്ടേജ് ആണെങ്കിലും അബോധാവസ്ഥ, സ്പർശനശേഷി തകരാറ്, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ് എന്നിവ ഉണ്ടാകാം. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മുൻകരുതലുകൾ: നനഞ്ഞ കൈകൊണ്ട് വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുകയോ സ്വിച്ച് പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത്. കാരണം നനവുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വൈദ്യുതി അതിലൂടെ കടന്നു പോകും, കണ്ടക്ഷൻ കൂടും, പെട്ടെന്ന് അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്വിച്ച് ഓഫാക്കിയ ശേഷം മാത്രമേ സോക്കറ്റിൽ പ്ലഗ് ഘടിപ്പിക്കാനും സോക്കറ്റിൽ നിന്ന് വിടുതൽ ചെയ്യാനും പാടുള്ളൂ. സാധാരണ സോക്കറ്റിൽ പവർ കൂടിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടി വരുമ്പോൾ റബ്ബർ ചെരുപ്പ് ധരിക്കുക. അങ്ങനെ റബ്ബർ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി കയറി ഭൂമിയിലേക്ക് പോവില്ല, ആ ഒരു കണക്ഷൻ അവിടെ ഇല്ലാതാകും. അങ്ങനെ നമുക്ക് ഷോക്ക് അടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാം. കേബിൾ ടിവിയുടെ അഡാപ്റ്ററിൻ്റെ ഉൾവശത്ത് സ്പർശിക്കരുത്. അഡാപ്റ്ററിന് വൈദ്യുതി പ്രവഹിക്കാത്ത അടപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വൈദ്യുത ലൈനുകൾക്ക് സമീപം പട്ടം പറത്തരുത്. ടേബിൾ ഫാൻ ഉപയോഗിച്ച് തലമുടി ഉണക്കരുത്. വൈദ്യുത ലൈനുകൾക്ക് സമീപം ഉയരമുള്ള കെട്ടിടങ്ങൾ, മരങ്ങൾ എന്നിവ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഗൃഹവൈദ്യുത സർക്യൂട്ടിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുമ്പോൾ മെയിൻ സ്വിച്ച്, ELCB എന്നിവ ഓഫ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് പ്രത്യേക സാഹചര്യങ്ങളിലെ മുൻകരുതലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇടിമിന്നൽ ഉണ്ടാവുന്ന അവസരത്തിൽ വൈദ്യുത സർക്യൂട്ടുമായി സമ്പർക്കത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത്. സർക്യൂട്ടിൽ അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടിമിന്നലിന് സാധ്യതയുള്ള അവസരങ്ങളിൽ അതിനു മുമ്പായി ഉപകരണങ്ങളുടെ പ്ലഗ് സോക്കറ്റിൽ നിന്ന് വിടുതൽ ചെയ്തു വെക്കണം. മഴയും കാറ്റുമുള്ള അവസരങ്ങളിൽ വൈദ്യുത ലൈനുകൾ ഭൂമിയിൽ സ്പർശിച്ച് അപകട സാധ്യതയുള്ളതിനാൽ അക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യങ്ങളിൽ, അതായത് പ്രളയം മൂലമോ മറ്റോ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യങ്ങളിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡുകൾ, മെയിൻ സ്വിച്ച് എന്നിവ പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രം വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണെന്ന് നോക്കാം. വൈദ്യുതാഘാതം ഏൽക്കുന്നതിൻ്റെ ഫലമായി ശരീര താപനില കുറയുകയും രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടി രക്തം കട്ട പിടിക്കുകയും ചെയ്യുന്നു. കൂടാതെ ശരീരത്തിലെ പേശികൾ ചുരുങ്ങുന്നു. അപ്പോൾ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശരീരത്തിലെ താപനില കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ രക്തത്തിലെ വിസ്കോസിറ്റി കൂടി രക്തം കട്ട പിടിക്കുന്നു. കൂടാതെ ശരീരത്തിലെ പേശികൾ ചുരുങ്ങുകയും ചെയ്യുന്നു. ഷോക്ക് ഏറ്റയാളും വൈദ്യുത കമ്പിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം മാത്രമേ പ്രഥമ ശുശ്രൂഷ നൽകാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഷോക്ക് ഏറ്റ ആളെ രക്ഷിക്കാൻ ചെന്ന് അയാളെ കയറി പിടിച്ചു കഴിഞ്ഞെന്നാൽ ആ രക്ഷിക്കാൻ ചെല്ലുന്ന ആൾക്കും കൂടെ ഷോക്കേറ്റ് അയാളും കൂടെ അപകടത്തിൽ പെടും. അതുകൊണ്ട് ഷോക്ക് ഏറ്റയാളും വൈദ്യുത കമ്പിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ച ശേഷം മാത്രമേ പ്രഥമ ശുശ്രൂഷ നൽകാവൂ. ഇനി നമുക്ക് ഗാർഹിക സർക്യൂട്ട് നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. ഗാർഹിക വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട സർക്യൂട്ട് നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇത്തരമൊരു സർക്യൂട്ട് പ്രായോഗികമായി എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനായി എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം.
ഒരു 1 വേ സ്വിച്ചും അതുപോലെ തന്നെ 2 വേ സ്വിച്ചും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രിക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ RCCB, MCB എന്ന് പറയുന്നവയൊക്കെ സേഫ്റ്റി ഡിവൈസുകളാണ്. ഇനി 3 പിൻ സോക്കറ്റ് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? നമുക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 പിൻ സോക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ ഒരു കിറ്റ്കാറ്റ് ഫ്യൂസിൻ്റെ ധർമ്മം എന്താണ്? എക്സസ് ആയിട്ട് കറണ്ട് സർക്യൂട്ടിൽ വരുന്ന സമയത്ത് സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിറ്റ്കാറ്റ് ഫ്യൂസ് ഉപയോഗിക്കാം. അടുത്തത് സീലിംഗ് റോസ് ആണ്. നമ്മൾ സീലിംഗിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റിനും ഫാനിനും ഒക്കെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സീലിംഗ് റോസ്. ഇനി സ്വിച്ച് ബോർഡ്, സ്വിച്ചുകളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി ELCB എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതും ഒരു സേഫ്റ്റി ഡിവൈസാണ്. റെഗുലേറ്റർ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫാനിനൊക്കെ അല്ലേ, അത് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇൻഡിക്കേറ്ററിൻ്റെ ധർമ്മം എന്താണ്? കറണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ആ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തോരം വൈദ്യുതി വീട്ടിൽ ഉപയോഗിച്ചു എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി മെയിൻ സ്വിച്ചിൻ്റെ ധർമ്മം കറണ്ടിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ബൾബ് ഹോൾഡറോ? ബൾബ് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബൾബ് ഹോൾഡർ. ഇനി എന്തിനാണ് നമ്മൾ ക്ലാമ്പ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്? ഹൈ കറണ്ട് സർക്യൂട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാമ്പ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ ധർമ്മം എന്താണ്? വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കറണ്ട് ഇവ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു ഉപകരണമാണ് മൾട്ടിമീറ്റർ. AC വോൾട്ട് മീറ്റർ, AC വോൾട്ടേജിനെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് AC വോൾട്ട് മീറ്റർ ഉപയോഗിക്കാം. ഇനി വയർ സ്ട്രിപ്പർ ഉപയോഗിച്ച് വയറിൻ്റെ അറ്റമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ആ ഉള്ളിലെ കമ്പി മാത്രമായിട്ടൊക്കെ നമുക്ക് കണക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയർ സ്ട്രിപ്പർ ഉപയോഗിക്കാം. ഇനി പ്ലെയർ, വയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കട്ടിംഗ് പ്ലെയർ. ഇനി ഗ്ലൗസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ഷോക്കിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ടുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമുക്ക് ഗ്ലൗസ് ധരിക്കാവുന്നതാണ്. ഇനി ഇൻസുലേഷൻ ടേപ്പ്, വയറിൻ്റെ ഒക്കെ എന്തെങ്കിലും ഇൻസുലേഷൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് അതിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വയർ കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ട് വയർ കേബിളിലൂടെയാണ് ഒഴുകുന്നത് അല്ലേ. അപ്പോൾ കറണ്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പവർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വയർ അല്ലെങ്കിൽ കേബിൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്ക്രൂ റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ടെസ്റ്റർ നമ്മൾ ഉപയോഗിക്കും അല്ലേ. സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന്, ആ ലൈനിൽ കറണ്ട് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ടെസ്റ്റർ നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ അതിൽ ലൈറ്റ് കത്തുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതെന്തിന് ഇൻഡിക്കേഷനാണ്? കറണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്. PVC പൈപ്പ് ഫിറ്റിങ്ങുകളൊക്കെ നമ്മൾ വയറിങ് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. PVC ചാനൽ ഭിത്തിക്ക് പുറമേ നമ്മൾ എന്തെങ്കിലും കണക്ഷൻസൊക്കെ കൊടുക്കുന്ന സമയത്ത് വയറൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് PVC ചാനലും PVC പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഭിത്തിയുടെ ഉള്ളിലൂടെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വീട്ടിലെ ഒരു മുറിയിലേക്ക് ഒരു സർക്യൂട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ സ്വിച്ച്, ഫ്യൂസ്, MCB, സ്വിച്ച് ബോർഡ് മുതലായവയൊക്കെ ആവശ്യമുണ്ടല്ലേ. അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത് ഒരു സർക്യൂട്ട് നിർമ്മിക്കാൻ വേണ്ട സാമഗ്രികളും അതിൻ്റെ റേറ്റിങ്ങും എണ്ണവും ഒക്കെ എത്രയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി നിയമങ്ങൾ IE റൂൾസ് 1956 പ്രകാരമുള്ള നിബന്ധനകൾ അനുസരിച്ചും BIS മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ചുമായിരിക്കണം വൈദ്യുതീകരണം നടത്തേണ്ടത്. അതങ്ങ് ഓർത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.